പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളൊക്കെ ഇനി എന്നും പേടിച്ചുകൊണ്ട് ജീവിക്കണം. എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു ചെല്ലുന്നത്. എത്രയെത്ര വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. നമ്മുടെ നാടിനെ തന്നെ ഇല്ലാതാക്കുകയാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ചെറിയ മക്കൾ മുതൽ മുതിർന്നവർ വരെ ഇതിനടിമപ്പെട്ട് ജീവിക്കുക. നമ്മുടെ നല്ല മക്കൾ, നല്ല ഭർത്താവ്, നല്ല ഉപ്പ ഒരു നിമിഷം കൊണ്ടാണ് വേട്ടമൃഗമായി മാറുന്നത്. കൂടെ നിന്ന് കഴുത്തറക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു കുടുംബത്തിലെ 5 പേരെയാണ് അഫാൻ എന്ന ആ ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത്. അഫാനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല സ്നേഹമുള്ള നല്ല കുട്ടിയാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. എന്നിട്ടും അവൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊലയാളിയായത്? നമ്മുടെ നല്ല മക്കളൊക്കെ ഇതിൽ അകപ്പെട്ടു പോവുകയാണ്. ഒന്നിനുമല്ലാത്ത പാവം കുട്ടികൾ ഇതിൽ പെട്ടുപോകുന്നതാണ്. ഈ ഒരു സാധനം നമ്മുടെ മൂക്കിൻ്റെ അരികിലേക്ക് കൂടി പോയാൽ മതി അത്രേ ഇതിനടിമയാകാൻ. ഒന്നിനുമല്ലാത്ത പാവം മക്കളായിരിക്കും. അവരെയാണ് ഇതിൽ പെടുത്താൻ ഏറ്റവും എളുപ്പം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? ഇവരുടെ ബാക്കിൽ നിന്ന് നമുക്ക് നടക്കാൻ പറ്റുമോ? വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നാടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴികളും നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മുടെ സുഹൃത്ത് വലയങ്ങളെയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ തൂണിലും തുരുമ്പിലും ചതിയിരിപ്പുണ്ട് എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കഴുത്തറുക്കുന്ന കാലം. ശരിക്കും നമ്മുടെ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാണ്. ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? തല്ലിയവന് ഞാനെന്തിനാ തല്ലിയതെന്നും അറിയില്ല. തല്ല് കൊണ്ടവനാണെങ്കിൽ ഇതെന്തിനാ കൊണ്ടതെന്നും അറിയില്ല. അങ്ങനെ ഒരവസ്ഥ. ഇതിപ്പോൾ ഇതിന് അടിമയായിക്കൊണ്ടിരിക്കുന്നത് മക്കൾ മാത്രമല്ല. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത ഞാൻ കണ്ടു. ഒരു പിതാവ് ഇതിന് അടിമപ്പെട്ടിട്ട് ഒരു മകനെ തല്ലിച്ചതച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വാർത്ത ഇന്ന് ഞാൻ കാണാനിടയായി. മക്കളെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്തകൾ കൂടി ആകുമ്പോൾ എല്ലാം പൂർത്തിയായി. വളരെ സങ്കടം തോന്നി ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നത്. മാതൃകയാവേണ്ട നമ്മളിങ്ങനെ ആയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ചിലരിതിന് അകപ്പെട്ടു പോകുന്നതാണ്. ഈ പാവം പോലുള്ള ആളുകൾ പെട്ടെന്ന് ഇതിന് അകപ്പെട്ടു പോകും. അല്ലാതെ ചിലർ വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം ഇതിനെ തേടിപ്പോയി അതിൽ അകപ്പെടുന്നതാണ്. ഇതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്നും മുക്തരാകുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഒരുപാട് ചികിത്സകൾ ഉണ്ടെങ്കിലും അതൊന്നും വലിയ സക്സസ്ഫുൾ അല്ല. സ്വയം നമുക്ക് എന്നാണോ ഇത് നിർത്തുവാൻ തോന്നുന്നത് അപ്പോൾ മാത്രമേ ഇതിനൊരു പ്രതിവിധിയും ഉണ്ടാവുകയുള്ളൂ. നമുക്ക് സ്വയം തോന്നണം ഇത് നിർത്തണമെന്ന്. ചികിത്സയിലൂടെ ഇത് നിർത്തിയവരൊക്കെ തുടർന്ന് വീണ്ടും ഇതിലേക്ക് തന്നെ അകപ്പെട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് സ്വയം തോന്നിയാൽ മാത്രമേ ഇത് നിർത്താൻ പറ്റുകയുള്ളൂ. അതൊരു വലിയൊരു ടാസ്കും കൂടിയാണ്. ശരിക്കും വട്ടാകാനുള്ള സാധ്യത കൂടി ഇതിലുണ്ട്. ഈ ഒരു വാർത്തയിലുള്ളത് ഇങ്ങനെയാണ്. ആർത്ത് കരഞ്ഞിട്ടും അവസാനിക്കാത്ത ക്രൂരത. 13കാരനെ തല്ലിച്ചതച്ചു പിതാവ്. ഇയാൾ ലഹരിക്കടിമയാണത്രേ. പിതാവ് മകനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. പരാതിക്കിടയാക്കിയ സംഭവം എപ്പോഴാണെന്നറിയില്ല. പക്ഷെ രാത്രിയാണ് സംഭവിച്ചത് എന്ന് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നെല്ലിനുരുപ്പ എന്ന ഭാഗത്തെ ഒരു വീട്ടിലാണ് സംഭവം നടക്കുന്നത്. തുറന്നിട്ട വാതിലിൽ കൂടി വെളിയിൽ നിന്നും ഒരു ബന്ധുവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് CWC ചെയർമാന് ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. പ്രാഥമിക അന്വേഷണ സഹിതം കൂടൽ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വിശദമായി പരിശോധിച്ചു. ആളെ തിരിച്ചറിഞ്ഞതായാണ് വിവരം. മർദ്ദനമേറ്റിരിക്കുന്നത് 13കാരനാണെന്നും അടിച്ച പിതാവ്
ലഹരിക്കടിമയായിരുന്നു എന്നും CWC നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മദ്യപിച്ചെത്തി ഭാര്യയെ മർദ്ദിക്കാറുണ്ടെന്ന പരാതിയും ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മളൊക്കെ ഭയന്ന് ജീവിക്കേണ്ട ഒരവസ്ഥയിലാണുള്ളത്. ഞാനിതിപ്പോൾ നിങ്ങളോട് എങ്ങനെ ശ്രദ്ധിക്കാൻ പറയണമെന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പടച്ചറബ്ബ് സമാധാനവും സന്തോഷവും നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ പടച്ചറബ്ബ് നല്ല സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളാക്കി തരട്ടെ. ആമീൻ.